ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET സ്പീക്കിംഗ് സെഷനിലെ വാമപ്പ് ക്വസ്റ്റ്യനെ കുറിച്ചാണ്. വാമപ്പ് ക്വസ്റ്റ്യൻസിന് OET സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒന്ന് തന്നെയാണ്. കാരണം OET സ്പീക്കിങ്ങിൽ നമ്മൾ ആദ്യമേ തന്നെ, അതായത് നമുക്ക് റോൾ പ്ലേ കാർഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കുന്നതാണ് എൻ്റെ വാമപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം വാമപ്പ് ക്വസ്റ്റ്യൻസ് നാച്ചുറലായിട്ട് തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മുടേതായ ഓൺ വേർഡ്സിൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു റുട്ടീൻ ഡേ ആസ് എ നേഴ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ഡേ, നമ്മുടെ ഒരു ഡ്യൂട്ടി ഡേ പറയുന്നത് നമ്മുടേതായ ഓൺ വേർഡ്സ് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് എക്സാമിൻ്റെ സമയത്ത് ചോദിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ക്വിക്കായിട്ട് പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതായത് അത്ര പെട്ടെന്ന് പറയാനുള്ളൊരു എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടേതായ കുറച്ച് പോയിന്റ്സുകൾ, അതായത് ഓരോ ക്വസ്റ്റ്യൻസും ഏകദേശം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ എക്സാമിന് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മുടെ ഓൺ വേർഡ്സിൽ, നമുക്ക് പറയാൻ എളുപ്പത്തിലുള്ള ഓൺ വേർഡ്സിൽ നമുക്കത് നോട്ട് ഡൗൺ ചെയ്തിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതായത് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞാൽ, അതായത് എപ്പോഴും OET വാമപ്പ് ക്വസ്റ്റ്യൻസിന് എല്ലാവരും പറയും വാമപ്പ് ക്വസ്റ്റ്യൻസിന് അവർ വാലുവേഷനില്ല, മാർക്ക് എടുത്തില്ല എന്നൊക്കെ. മാർക്കില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ അവർക്കത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ വാമപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നന്നായിട്ടത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് റോൾ പ്ലേ, അതായത് 2 റോൾ പ്ലേ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ആ വാമപ്പ് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ കിട്ടും. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഇൻ്റർലോക്കേറ്ററായിട്ട് ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അവരായിട്ട് നല്ലപോലെ സംസാരിച്ച് ഒരു ഐ കോണ്ടാക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ വാമപ്പ് ക്വസ്റ്റ്യൻസിനെ തന്നെ നല്ല അടിപൊളിയായിട്ട് വാമപ്പ് ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കൊരു നല്ല കോൺഫിഡൻറ്റ് കിട്ടും. അപ്പോൾ ആ കോൺഫിഡൻസിൽ തന്നെ റോൾ പ്ലേ കാർഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റോൾ പ്ലേ കാർഡും എൻ്റർ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു വാമപ്പ് ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും നമ്മുടെ ഇൻ്റർലോക്കേറ്ററിനും കിട്ടുന്നത്. അപ്പോൾ എനിവേ മാർക്കൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ കൊടുക്കുന്ന ഒന്നാണ് വാമപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലും കൂട്ടാനായിട്ടും വാമപ്പ് ക്വസ്റ്റ്യൻ ഹെൽപ്പ് ചെയ്യും. സോ വാമപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതുപോലെ പെട്ടെന്ന് നാച്ചുറലായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് റെക്കോർഡ് നോട്ട് ചെയ്തിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് മുമ്പേ പോകാൻ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുറച്ച് വാമപ്പ് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമായിരിക്കും. നമുക്കതിന്ന് വാമപ്പ് ക്വസ്റ്റ്യൻസ് എന്ന ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ഞാനിരുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ റൂട്ടീൻ ഡേ ആസ് എ നേഴ്സ് ഇൻ യുവർ ലൈഫ് എന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. I start my day at 7 a.m. with a small prayer with a bedside rounds, followed by administering medications to patients, attending doctor's rounds, carrying out orders, health education, and finally day ends with a handover to the next shift nurse. റൂട്ടീൻ ഡേ ആസ് എ നേഴ്സ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ജനറലി നമ്മൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കേസിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആസ് എ തിയേറ്റർ നേഴ്സ് നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളത് ഞാൻ പറഞ്ഞ ആൻസർ, എൻ്റെ ഓൺ വേർഡ്സിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാതെ. മൈ ഡ്യൂട്ടി സ്റ്റാർട്ട്സ് അറ്റ് 7 a.m. with a small prayer. Initially, I check my inventories, then I arrange the operation theatre according to scheduled list and take care of the patients pre- and post-operatively. Definitely, I find out some time to interact with my colleagues and maintain a good rapport with them. My duty ends by 3 p.m. after giving handover to next scheduled staff member. ഇതാണ് ആസ് എ തിയേറ്റർ നേഴ്സ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ ഹെൽപ്പ് ആവുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഓൾ അഡ്വൈസസ് യു ക്യാൻ ഗിവ് ടു അപ്കമിങ് നേഴ്സസ്.
അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ് ദാറ്റ് ഐ ഗിവ് ടു ദ അപ്കമിംഗ് നഴ്സസ് ദാറ്റ് ടു ലവ് ദ പ്രൊഫഷൻ ആൻഡ് മെയിൻറ്റെയിൻ ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് വിച്ച് ഹെൽപ്പ് ദം ടു provide a good service and quality care to the patients. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് പറയാം. ടു പ്രാക്ടീസ് എ ഹോളിസ്റ്റിക് കെയർ അപ്രോച്ച്, ടു കീപ് ദം അപ്ഡേറ്റഡ് വിത്ത് ദ പ്രൊഫഷൻ, ടു മെയിൻറ്റെയിൻ ദ ഡിഗ്നിറ്റി ഓഫ് ദ പ്രൊഫഷൻ. ഇതെല്ലാം ഈ അഡ്വൈസസ് പറയാൻ നേരത്ത് നമുക്ക് ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ റോൾ മോഡൽ ഇൻ യുവർ പ്രൊഫഷൻ? നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് അതിന് റോൾ മോഡൽസ്, അത് ഈവൻ നമുക്ക് നമ്മുടേതായ വേർഡ്സിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എസ് ഐ ഡു, ഇറ്റ് ഈസ് നൺ അതർ ദാൻ മൈ ഇൻചാർജ് ഹു ഡെഡിക്കേറ്റഡ് ഹെർ ലൈഫ് ടു ദ പ്രൊഫഷൻ. മോർ ഓവർ ഷീ ഈസ് എ ഗുഡ് ലീഡർ. During her duty, she always prioritized the work and always interact with the patients and colleagues. ഇങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് എ റീസെൻറ്റ് കോഴ്സ് വിച്ച് യു ആർ അറ്റൻഡഡ്. അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഐ അണ്ടർവെൻ ACLS ആൻഡ് BLS പ്രോഗ്രാംസ് കണ്ടക്റ്റഡ് ബൈ അമേരിക്കൻ ഹേർട്ട് അസോസിയേഷൻ റീസെൻ്റ്ലി ആസ് എ പാർട്ട് ഓഫ് മൈ ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഓൾ ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് എ നേഴ്സ് ഷുഡ് പൊസസ്? അതിൻ്റെ ആൻസർ വരുന്നത് ഡെഫിനറ്റ്ലി എ നേഴ്സ് ഷുഡ് പൊസസ് എ നമ്പർ ഓഫ് ക്വാളിറ്റീസ്. First of all, she should possess good communication skills which help them to gather clinical data and maintain an effective relationship with the other team members. Other qualities such as problem-solving skills, critical thinking skills, punctuality and dedication are also pivotal for nurses. Next question, what are the different roles of a nurse? അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം. എ നേഴ്സ് പ്ലേസ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ഹെർ പ്രൊഫഷൻ. The primary role of a nurse is caregiver. Apart from this role, she functions as an educator, counselor, mediator and advocate. The next question, which is your favorite destination? Why? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. My dream destination is New Zealand because New Zealand has got a world-class healthcare system and I can be a part of it. Then moreover, in this country, the rules and regulations for nurses are very flexible. In this country, nurses are paid well and respected too. Then next question, do you believe there is a gender disparity in your profession? അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ചെയ്യാം. No, I don't. Previously, it was a female-dominated profession. Now the trends have been changed and there are large number of male nurses in my profession and they have been getting equal opportunities in native and European countries. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എൻ്റേതായ വേർഡ്സിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതി വെച്ചിട്ട് നമുക്ക് പഠിച്ചിട്ട് നാച്ചുറൽ വേയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. എത്രത്തോളം നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറലായിട്ട് വാമപ്പ് ക്വസ്റ്റ്യനിൽ സംസാരിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് റോൾ പ്ലേ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ.